എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് കുറേ കൂടി കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റൊരു വീഡിയോ ആയിട്ടും ഞാൻ വരും എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി വീഡിയോ വലിച്ചു നീട്ടുന്നില്ല. ഒരുപാട് നമ്മളിങ്ങനെ സംസാരിച്ച് വരുമ്പോഴത്തേക്ക് ലെന്ത് നീണ്ടു പോവും. അപ്പോൾ അതുകൊണ്ട് ലെന്തി ആക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കാര്യം നേരിട്ട് പറയാം. ആദ്യമേ തന്നെ പറയട്ടെ. അതായത് കണ്ണൂരുള്ള ആ ഒരു അധ്യാപികയെ പറ്റിയാണ്. പുള്ളിക്കാരത്തി എൻജിനീയറിംഗ് കോളേജിലെ അധ്യാപികയാണ് എന്നുള്ളൊരു കാര്യം നമ്മൾ ആദ്യം ഓർക്കേണ്ടതാണ്. അവരെക്കുറിച്ചിട്ട് അവിടുത്തെ അധ്യാപകൻ ഏതാണ്ട് അവരുടെ നഗ്ന വീഡിയോ ഒക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ചുവരിൽ എഴുതി. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് അവർ പരാതിപ്പെട്ടിട്ട് പോലീസിൽ പരാതിപ്പെട്ടിട്ട് അതിനെതിരെ നടപടിയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് പുള്ളിക്കാരത്തി എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിൻ്റെ ചെന്നിട്ട് ഒരു പായി വിരിച്ചിട്ട് അവിടെ കുത്തിയിരിപ്പും കുത്തിക്കിടപ്പും ഒക്കെ ആയിട്ടുള്ള സത്യാഗ്രഹങ്ങളൊക്കെ തുടങ്ങി. ഒടുവിൽ നമ്മുടെ അധികാരികൾക്ക് കണ്ണ് തുറക്കേണ്ടി വന്നു. അങ്ങനെ ആ ഒരു അധ്യാപകനെ പിന്നീട് സസ്പെൻഡ് ചെയ്തു എന്ന് വേണം പറയാൻ. അപ്പോൾ ശരിക്കും ആ ഒരു സാധാരണ രീതിയിൽ ഒരു അധ്യാപികയെ പറ്റി ഇങ്ങനെ ചുവരിലൊക്കെ എഴുതി വച്ചിരുന്നാൽ ആ അടുത്ത നിമിഷം തന്നെ PTA കൂട്ടിയിട്ട് അല്ലെങ്കിൽ ആ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട അധികാരികൾ അയാളെ പിരിച്ചു വിടേണ്ടതാണ്. അധികാരികളുടെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു നടപടി ഉണ്ടായില്ല. അപ്പോൾ അത് മാത്രമല്ല, ഇവർ പരാതിപ്പെട്ടിട്ടും അത് സ്കൂൾ മാനേജ്മെൻറ്റിലായാലും അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലായാലും പരാതിപ്പെട്ടിട്ടും അവിടെ നിന്നും പ്രത്യേകിച്ച് ഇവർക്ക് അനുകൂലമായ ഒരു ഉത്തരവുണ്ടായില്ല. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പുള്ളിക്കാരത്തെ നേരെ പോയി ഒരു പായും കക്ഷത്ത് വെച്ചുകൊണ്ട് പോയിട്ട് ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ ചെന്നിട്ട് ഒരു കുത്തിയിരിപ്പോ കുത്തിക്കിടപ്പോ ആയിട്ടുള്ള ഒരു ഒരു അതിനെതിരെയുള്ള അവരെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ഒരു സമരമുറ അവർ പ്രയോഗിച്ചത്. അങ്ങനെ നമ്മുടെ ചാനലുകാരൊക്കെ അവിടേക്ക് എത്തി ഇവരുമായിട്ട് സംസാരിച്ചു. അപ്പോൾ സംസാരത്തിൽ തന്നെ ഇവർ പറയുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ, എൻ്റെ മുഖമൊന്നും കാണിച്ചെന്നും പറഞ്ഞൊന്നും എനിക്കൊരു പ്രശ്നമില്ല, ഞാനൊരു യൂട്യൂബറാണെന്നുള്ള കാര്യമൊക്കെ അവർ വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ മുഖം കാണിച്ചാലും പ്രശ്നമില്ല എന്ന് പറയുമ്പോഴത്തേക്ക് അവരുടെ മുഖമൊക്കെ നമ്മൾ കാണിച്ച് വീഡിയോ ചെയ്യുമ്പോൾ അവരുടെ യൂട്യൂബ് ചാനൽ നല്ല രീതിയിൽ കയറി വരുമെന്ന് അവർക്കറിയാം. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു യുവതി അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ, ഈ ഒരു സംഭവത്തിന് ശേഷം ഇവർ പരാതിപ്പെട്ടു, ബസ് സ്റ്റാൻഡിൽ പോയി കുത്തിയിരുന്നു. അങ്ങനെ ഇവരുടെ ആ ഒരു അധ്യാപകൻ്റെ അവിടെ നിന്ന് സ്ഥലം മാറ്റി വിട്ടു എന്നുള്ളതാണ് വാസ്തവം. പിന്നീട് ഇത് ഇത്രയും കാര്യങ്ങൾ നമ്മൾ നേരത്തെ അവിടെ പറഞ്ഞു വച്ചതാണ്. ഇനിയാണ് പുതിയ കാര്യങ്ങൾ. ഇവർ ഇപ്പോൾ ഈ അടുത്ത സമയത്ത് ഒരുപാട് ദിവസമൊന്നും ആയില്ല, 2 ദിവസത്തിനുള്ളിൽ ഇവരുടെ ചാനലിൽ ഇവരുടെ യൂട്യൂബ് ചാനലിൽ വന്നിട്ട് അവരൊരു വീഡിയോയാണ് കേട്ടോ. അവരതിൽ വിശദമായിട്ട് കുറേ കാര്യങ്ങളൊക്കെ ഇവർ സംസാരിക്കുന്നുണ്ടായിരുന്നു. അതിൽ അവർ പറഞ്ഞ കാര്യമെന്ന് വെച്ചാൽ, കോളേജിൽ ഇവരുടെ കുട്ടികൾ ഇവരെ ബഹുമാനിക്കുന്നില്ല എന്ന് തന്നെയായിരുന്നു ഫസ്റ്റ് ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവരെ ബഹുമാനിക്കുന്നില്ല, കോളേജല്ലേ, 18 വയസ്സ് പൂർത്തിയായ കുട്ടികളാണ് ഉള്ളതെല്ലാം, ഇവരുടെ മുന്നിൽ വെച്ചിട്ട് കുട്ടികൾ പരസ്പരം ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, മോശമായ രീതിയിൽ ശബ്ദമുണ്ടാക്കുന്നു, പരസ്പരം കിസ് ചെയ്യുന്നു, ഹഗ് ചെയ്യുന്നു. ഇവരടുത്തുണ്ടെങ്കിലും ഇവർ കണ്ടാലും ആ കുട്ടികൾ ഇവരെ മൈൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഇവരന്വേഷിക്കുമ്പോൾ പ്രായപൂർത്തിയായ കുട്ടികളല്ലേ, അവർക്ക് 18 വയസ്സായില്ലേ, അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നാണ് ഇവർ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ. അപ്പോൾ അതിൻ്റെ മറുപടിയാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. കുട്ടികൾക്ക് 18 വയസ്സായാലും നമ്മൾ പഠിപ്പിക്കുന്ന സ്റ്റുഡൻറ്റിന് ഇനി എത്ര വയസ്സായാലും അവർ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ റെസ്പെക്റ്റ് ചെയ്യും. അതായത് ഇപ്പോൾ നമ്മളെ പഠിപ്പിച്ച ടീച്ചർമാരെ നമ്മൾ എവിടെ വെച്ചെങ്കിലും കണ്ടു കഴിഞ്ഞാൽ, എനിക്ക് തന്നെ 41 വയസ്സായി. അപ്പോൾ എന്നെ പഠിപ്പിച്ച ടീച്ചർമാരെ എവിടെയെങ്കിലും വെച്ച് ഞാൻ കണ്ടു കഴിഞ്ഞാൽ, ഒന്നുകിൽ ഞാൻ എവിടെയെങ്കിലും ഇരിക്കുകയാണെങ്കിൽ നമ്മൾ ഇരിക്കുന്നിടത്ത് നിന്ന് അങ്ങ് എഴുന്നേറ്റ് ഒരു ചെറിയ പുഞ്ചിരിയോടുകൂടി അങ്ങ് മാറും. അത് നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഒരു റെസ്പെക്റ്റാണ്. പിന്നെ അത് മാത്രമല്ല, ഇനി കുട്ടിക്കാലത്ത് 1ാം ക്ലാസ്സിലോ 2ാം ക്ലാസ്സിലോ പഠിപ്പിച്ചിരുന്ന അധ്യാപകനെ ആയാലും ഇന്ന് നിലവിൽ ജില്ലാ കളക്ടറായിട്ടുള്ള സ്റ്റുഡൻ്റ് ആണെങ്കിലും, പിൽക്കാലത്ത് ജില്ലാ കളക്ടറായി മാറിയ സ്റ്റുഡൻ്റ് ആണെങ്കിലും, ഇനി പോലീസിലെ തന്നെ ഏറ്റവും 1ാം നിരയിൽ അത്രയും ഏറ്റവും അങ്ങറ്റം ഒരു പദവി അലങ്കരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണെങ്കിൽ പോലും പഠിപ്പിച്ച അധ്യാപികയെ കണ്ടാൽ അവിടെ നിന്ന് എഴുന്നേറ്റ് മാറും. ഒരു ചെറിയ പുഞ്ചിരിയോടുകൂടി അവരോട് കുശലാന്വേഷണങ്ങളൊക്കെ ചെയ്യും.
അത് അങ്ങനെ തന്നെയാണ്. ശരിക്കും ഇത്രയേറെ റെസ്പെക്റ്റ് കിട്ടുന്നത് അധ്യാപിക അതായത് സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് മാത്രമേ അതായത് ഇത്രയും റെസ്പെക്റ്റോടു കൂടി എല്ലാവരും പെരുമാറാറുള്ളൂ. ഇപ്പോൾ ഒരു ഡോക്ടറാണെങ്കിൽ പോലും ഒരു ഡോക്ടറിൻ്റെ മുന്നിൽ ഒരു ഡോക്ടർക്ക് കിട്ടുന്ന ആ ഒരു ബഹുമാനമല്ല ഒരു അധ്യാപകർക്ക് കിട്ടുന്നത്. അവർ എത്ര കുട്ടിപ്രായത്തിൽ പഠിപ്പിച്ച സ്റ്റുഡൻ്റ് ആണെങ്കിലും വലുതായി കഴിയുമ്പോൾ ഡോക്ടറായാലും എഞ്ചിനീയർ ആയാലും അഡ്വക്കേറ്റ് ആയാലും ഇനി പോലീസ് ഓഫീസർ ആയാലും ഇനി ഏത് പൊസിഷനിലായാലും ആ ഒരു അധ്യാപകരെ കണ്ടു കഴിഞ്ഞാൽ അവരിയ്ക്കുന്നിടത്തു നിന്ന് എഴുന്നേൽക്കും. അതെന്ന് വെച്ചാൽ ആ പണ്ട് കാലത്താണെങ്കിൽ പോലും അവർക്ക് പഠിപ്പിച്ചിട്ടുള്ള ആ ഒരു അവർക്ക് വിദ്യ പകർന്നു നൽകിയതിലുള്ള ആ ഒരു റെസ്പെക്റ്റാണ്. ആ ഒരു റെസ്പെക്റ്റ് ഈ പറയുന്ന ടീച്ചർക്ക് കിട്ടുന്നില്ലെങ്കിൽ അതാണ് ഗുരുശിഷ്യ ബന്ധം എന്ന് പറയുന്നത്. അത്രയും റെസ്പെക്റ്റ് ഈ ഒരു അധ്യാപികയ്ക്ക് കിട്ടുന്നില്ലെങ്കിൽ അതെന്തുകൊണ്ടായിരിക്കും കിട്ടാത്തത്? ഇന്ന് എത്ര വഴി പിഴച്ചു പോയ സ്റ്റുഡൻസ് ആണെങ്കിൽ പോലും, പക്ഷേ ഇന്നത്തെ കാലത്തെ കുട്ടികളെ പറ്റി അത് ഞാൻ പറയുന്നില്ല, എന്നാൽ പോലും അധ്യാപകരെ കണ്ടു കഴിഞ്ഞാൽ അവരോട് ബഹുമാനത്തോടു കൂടി മാത്രമേ എത്ര എങ്ങനെയുള്ളൊരു ആളും പ്രതികരിക്കത്തുള്ളൂ. അവരോട് അത്രയും മനോഹരമായിട്ട് മാത്രമേ അധ്യാപകരോട് സംസാരിക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള സ്ഥിതിക്ക് ഈ ഒരു സ്ത്രീയെ, ഈ ഒരു അധ്യാപികയെ എന്തുകൊണ്ടായിരിക്കും അവർ പഠിപ്പിച്ച വിദ്യാർത്ഥികൾ അവരെ റെസ്പെക്റ്റ് ചെയ്യാത്തത്? അവരുടെ മുന്നിൽ വെച്ചിട്ട് കുട്ടികൾ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ഒന്ന് ഓർത്തു നോക്കൂ. അപ്പോൾ ശരിക്കും ബാക്കിയുള്ള അധ്യാപകരെയൊക്കെ ബഹുമാനിക്കാൻ കുട്ടികൾക്കറിയാം, പക്ഷേ ഇവരെ അത്രത്തോളം ബഹുമാനിക്കാത്തതിൻ്റെ പിന്നിലുള്ള കാര്യമെന്ന് വെച്ചാൽ എന്താണെന്ന് ഞാനിങ്ങനെ ആലോചിച്ചു ഇവരുടെ ആ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക്. അപ്പോൾ തന്നെ എനിക്ക് കാര്യം പിടികിട്ടി. കാരണം അവരുടെ യൂട്യൂബ് ചാനൽ ദർശിച്ചപ്പോൾ മനസ്സിലായി, സ്കൂളിൽ കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് പോകുന്ന ഇവർ നേരെ വീട്ടിൽ വന്നു കഴിയുമ്പോൾ ഇവർ ചെയ്യുന്ന വീഡിയോകൾ അത്രത്തോളം അശ്ലീലകരമായിട്ടുള്ള വീഡിയോകളാണ് ഇവർ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന ഒരു അധ്യാപികയെ എങ്ങനെ കുട്ടികൾ ബഹുമാനിക്കും? എങ്ങനെ ഇവർക്ക് റെസ്പെക്റ്റ് കൊടുക്കും കുട്ടികൾ? അപ്പോൾ ഇവർ വന്നിട്ട് ഇവരുടെ ആ ഒരു വീഡിയോ തന്നെ ഇവർ പറയുന്നുണ്ട്, സ്കൂളിലെ കുട്ടികളെ കോളേജിലെ കുട്ടികൾ എന്നെ കണ്ടാൽ അങ്ങനെയാണ്, അവർ ഹഗ് ചെയ്യും, കിസ് ചെയ്യും, അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും, നമുക്കൊരു റെസ്പെക്റ്റ് തരത്തില്ല. അപ്പോൾ അവർക്ക് 18 വയസ്സായ കുട്ടികളല്ലേ, അപ്പോൾ പിന്നെ അവർ റെസ്പെക്റ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ എനിക്കും 18 വയസ്സ് കഴിഞ്ഞു, അവർ പറയുന്നതാട്ടോ. എനിക്കും 18 വയസ്സ് കഴിഞ്ഞു, അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കും. 18 വയസ്സ് കഴിഞ്ഞ കോളേജിലെ കുട്ടികൾക്ക് അവരുടെ ഇഷ്ടത്തിന് ജീവിക്കാമെന്നുണ്ടെങ്കിൽ 18 വയസ്സ് പൂർത്തിയായി കഴിഞ്ഞ എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കാം. ഈ പറയുന്ന സ്ത്രീക്ക് ഒരു 19 വയസ്സെങ്കിലും പ്രായം ഉണ്ടാവും, 50 വയസ്സ് തീർത്തും ഉണ്ടാവും. അപ്പോൾ അവരാണ് വന്നിട്ട് പറയുന്നത്, 18 വയസ്സ് കഴിഞ്ഞ എനിക്ക് എൻ്റെ ഇഷ്ടത്തിനും എൻ്റെ വ്യക്തി സ്വാതന്ത്ര്യത്തിനും ജീവിക്കാം. ഞാൻ എൻ്റെ ഇഷ്ടം പോലെ വസ്ത്രം ധരിക്കും. ഞാൻ യൂട്യൂബിൽ വന്നിട്ട് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് എനിക്കിഷ്ടമുള്ളതുപോലെ ഞാൻ പ്രവർത്തിക്കും. അത് എൻ്റെ ഇഷ്ടമാണ്. ഞാൻ ധരിക്കുന്ന വസ്ത്രങ്ങളും എൻ്റെ ഇഷ്ടമാണ്. ഈ വസ്ത്രത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ സർക്കാർ വസ്ത്രധാരണത്തിന് പെണ്ണുങ്ങൾക്ക് അവരുടേതായിട്ടുള്ള അനുവാദം എങ്ങനെ വേണമെങ്കിലും ഇനി കോണകം എടുത്തുകൊണ്ട് വന്നാലും കുഴപ്പമില്ല എന്നുള്ളൊരു ഇത് കൊടുത്തിട്ടുണ്ടല്ലോ. വസ്ത്ര സ്വാതന്ത്ര്യം അവരുടെ ഇഷ്ടമാണല്ലോ. അപ്പോൾ പിന്നെ അതിന് നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഇവരും പറയുന്നുണ്ട്, അപ്പോൾ എനിക്ക് 18 വയസ്സ് പൂർത്തിയായതുകൊണ്ട് തന്നെ എൻ്റെ ഇഷ്ടത്തിന് വസ്ത്രം ധരിക്കാം, എൻ്റെ ഇഷ്ടത്തിന് യൂട്യൂബിൽ വീഡിയോകൾ ചെയ്യാം, അത് എൻ്റെ മാത്രം ഇഷ്ടമാണ്, ഞാൻ ആ ഒരു രീതിയിലേ ഞാൻ ജീവിക്കൂ എന്ന് പറയുന്നു. അപ്പോൾ ആ ഒരു അധ്യാപിക ഈ ഒരു വീഡിയോ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ എനിക്ക് അവരോട് പറയാനുള്ളത്, കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്നാണ് പറയുന്നത്. നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ബഹുമാനം അർഹിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കിട്ടും കുട്ടികളുടെ കയ്യിൽ നിന്ന്. നിങ്ങളിങ്ങനെ തുള്ളിച്ചാടി കളിക്കുന്ന തള്ളപ്പുഴുവായിട്ട് അങ്ങനെ ഏതാണ്ട് പറയുമല്ലോ, നിങ്ങൾ ഈ കിടന്ന് യൂട്യൂബിൽ വന്നിട്ട് അഴിഞ്ഞാടുമ്പോൾ നിങ്ങളുടെ കുട്ടികൾ എങ്ങനെ നിങ്ങളെ ബഹുമാനിക്കും? ആ കുട്ടികൾ എങ്ങനെ നിങ്ങളോട് മാന്യമായിട്ട് സംസാരിക്കും?
ഒരിക്കലും അവർ നിങ്ങളെ ബഹുമാനിക്കുന്നില്ലെങ്കിൽ, നിങ്ങളെന്ന അധ്യാപികയെ അവർ ബഹുമാനിക്കുന്നില്ലെങ്കിൽ, നിങ്ങളെന്ന അധ്യാപികയ്ക്ക് അവർ വേണ്ടുന്ന പരിഗണന തരുന്നില്ലെങ്കിൽ, അത് തീർച്ചയായും നിങ്ങളുടെ സ്വഭാവ വൈകല്യങ്ങൾ കൊണ്ട് തന്നെയാണ് എന്നുള്ളൊരു കാര്യത്തിൽ ഒരു തർക്കവുമില്ല. നിങ്ങളൊരു കേസ് കൊടുത്തിട്ട് പോലും അത് സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നായാലും പോലീസിൻ്റെ ഭാഗത്തു നിന്നായാലും പെട്ടെന്നൊരു നടപടി വന്നിട്ടില്ലായിരുന്നുവെങ്കിൽ അത് നിങ്ങൾ ക്ലിയർ അല്ലാത്തത് കൊണ്ട് തന്നെയാണ്. നിങ്ങളുടെ വീഡിയോ ചെക്ക് ചെയ്തപ്പോൾ അവർക്ക് നിങ്ങളത്ര വെടിപ്പല്ല എന്ന് തോന്നിയത് കൊണ്ടാവാം. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ എന്ന് വെച്ചാൽ എനിക്കിത് പറയണമെന്ന് തോന്നി. പക്ഷെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇതൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇതെല്ലാം കൂടി പറഞ്ഞു വരികയാണെങ്കിൽ ഒരുപാട് വലിച്ച് നീട്ടണ്ടെന്ന് കരുതിയത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കൊടുക്കുന്നത് മാത്രമേ കിട്ടത്തുള്ളൂ. തിരികെ കിട്ടുന്നത് നമ്മൾ കൊടുക്കുന്നതായിരിക്കും നമുക്ക് തിരികെ കിട്ടുന്നത്. അപ്പോൾ ഇമാതിരി തോന്നിയാസങ്ങളൊക്കെ കാണിച്ച് പിന്നെ വീട്ടിന് പുറത്ത് നിന്ന് കുളിക്കുന്നു, അതുപോലെ തന്നെ പലതരത്തിലുള്ള വീഡിയോകൾ, നിങ്ങളുടെ വീഡിയോകളെല്ലാം വളരെ വൃത്തിഹീനമായിട്ടുള്ള വീഡിയോകളാണ്. വൃത്തിഹീനം എന്ന് പറയുന്നത് ശരീരത്തിന് അഴുക്കിരിക്കുന്നു എന്നല്ല അതിനർത്ഥം. മ്ലേച്ഛമായിട്ടുള്ള വീഡിയോകളാണ് നിങ്ങൾ ചെയ്യുന്നത് മുഴുവനും. അപ്പോൾ നിങ്ങളുടെ കുട്ടികളും ആ ഒരു രീതിയിൽ നിങ്ങളെ വെറും എന്താണ് പറയുന്നത്, കുട്ടികൾ നിങ്ങളെ വെറും പടക്ക കമ്പനിയായിട്ട് കണ്ടാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം നിങ്ങൾ കാണിച്ചു കൂട്ടുന്നത് അമ്മാതിരി കാര്യങ്ങളാണ്. അപ്പോൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എന്നിട്ട് ആ കുട്ടികളുടെ നേർക്ക് നിങ്ങൾ പാഞ്ഞെടുത്താൽ എന്ത് കാര്യം? അവരതേ ചെയ്യുള്ളൂ. നമ്മൾ അധ്യാപകർ വേണം കുട്ടികളെ തെറ്റ് കാണിച്ചാൽ നമ്മൾ അവരെ തിരുത്തി കൊടുക്കേണ്ടത്, അവർക്ക് മാതൃകയാകേണ്ടവർ. അപ്പോൾ അങ്ങനെ ചെയ്യേണ്ടവർ തന്നെ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുമ്പോൾ പിന്നെ കുട്ടികളുടെ കാര്യം എന്തിനാണ് പറയുന്നത്? ഓക്കെ. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ അഭിപ്രായം, നമ്മുടെ സഹോദരങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ അതൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഇനി ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുകളോ കുറ്റങ്ങളോ പിഴവുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതുകൂടി നിങ്ങൾ തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. എന്നോടുള്ള സ്നേഹ കൂടുതൽ കൊണ്ട് എൻ്റെ പെങ്ങളല്ലേ എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടിരിക്കരുത്. എല്ലാവരുടേതുമായിട്ടുള്ള കറക്റ്റായിട്ടുള്ള അഭിപ്രായങ്ങൾ വേണം കമൻറ്റ് ബോക്സിൽ പറയാനായിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊക്കെ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബെല്ലൈക്കൺ കൂടി ഒന്ന് അനേബിൾ ചെയ്യാനും മറക്കരുത്. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബൈ.